Hello everyone, welcome to our class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് ഫിസിയോളജിയിലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ പോർഷൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. Conversion of glucose to glucose 6-phosphate. The first irreversible reaction of glycolysis is catalyzed by. ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം തന്നിരിക്കുന്നതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫോസ്ഫോഫ്രക്ടോകൈനേസ്, ആൾഡോലേസ്, ഹെക്സോകൈനേസ്, ഈനോലേസ്. ഏതാണ് ഹെക്സോകൈനേസ് അല്ലെ? ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുണ്ട്. എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്, എനോറോബിക് റെസ്പിറേഷൻ ഉണ്ട് അല്ലെ. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ദ എയറോബിക് ആൻഡ് ദ അനേറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്കെ, ക്രബ് സൈക്കിളും അതുപോലെ തന്നെ ബാക്കിയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും, അതൊക്കെ നമ്മുടെ എയറോബിക് റെസ്പിറേഷന്റെ പോർഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസ്പിറേറ്ററി കോഷ്യന്റ് വാല്യൂ RQ വാല്യൂ ഓഫ് ദ ട്രിപ്പാൽമിനി ഈസ്. ട്രിപ്പാൽമിനി എന്ന് പറയുന്നത് റെസ്പിറേറ്ററി കോഷ്യന്റ് എത്രയാണ്? ട്രിപ്പാൽമിനി എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. സോ അതിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് 0.7 ആണ് കേട്ടോ. 0.7 ആണ് റെസ്പിറേറ്ററി കോഷ്യന്റ് ഓഫ് ട്രിപ്പാൽമിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where is respiratory electron transport system ETS located in plants? പ്ലാന്റുകളിലെ എവിടെയാണ് ETS സിസ്റ്റം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, മൈറ്റോകോൺട്രിയ ആണ് നമുക്കറിയാം അല്ലെ. മൈറ്റോകോൺട്രിയ എവിടെ തന്നെ ആയിരിക്കും? ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്, ഔട്ടർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ, ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ സ്പേസ്. എവിടെ കാണാൻ സാധിക്കുക? ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ്റെ അകത്താണ് ETS സൈക്കിൾ അല്ലെ, അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് കാണാനായിട്ട് സാധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് NAD+ ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ? സെല്ലുലാർ റെസ്പിറേഷനിലെ NAD+ന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ്: ഇറ്റ് ഫംഗ്ഷൻ ആസ് ആൻ എൻസൈം, ഇറ്റ് ഫംഗ്ഷൻ ആസ് ആൻ ഇലക്ട്രോൺ കാരിയർ, ഇറ്റ് ഇസ് എ ന്യൂക്ലിയോടൈഡ് സോഴ്സ് ഫോർ ATP സിന്തസിസ്, ഇറ്റ് ഈസ് ദ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഫോർ അനൈറോബിക് റിയാക്ഷൻസ്. എന്താണത്? തന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണം നമുക്ക് കറക്റ്റ് ആണ്. സാധാരണ വരാറില്ല, രണ്ടെണ്ണത്തിൽ കറക്റ്റ് ആണ്. നോക്കി നോക്കുക. ഓപ്ഷൻ ബിയും ഒന്ന് ഓപ്ഷൻ സിയും ഒന്ന് വായിച്ച് നോക്കിയേ. അതെന്താണ്? ഒരു ഇലക്ട്രോൺ NAD+ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിന് ആക്സെപ്റ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ന്യൂക്ലിയോടൈഡ് സോഴ്സ് ഫോർ ATP സിന്തസിസ്. ATP സിന്തസിസിനുള്ള ഒരു ന്യൂക്ലിയോടൈഡിന്റെ സോഴ്സും കൂടെയാണ് ആര്? NAD+ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? തന്നതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഇസ് ഓപ്ഷൻ വായിക്കാം. എൻസൈംസ് ഓഫ് TCA cycle are present in mitochondrial matrix. Glycolysis occur in cytosol. Glycolysis operates as long as it's supplied with NAD that can pick up hydrogen atom. Oxidative phosphorylation takes place in other mitochondrial membrane. തന്നിരിക്കുന്നതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നോക്കി, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നതാണ് ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? അപ്പോൾ 5th ക്വസ്റ്റ്യന്റെ D ആണ് കേട്ടോ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ഫോർ ക്രബ് സൈക്കിൾ? ക്രബ് സൈക്കിൾ സംബന്ധിച്ചിടത്തോളം റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്? There is one point in which in the cycle where FAD+ reduces to FADH2. During conversion of succinyl coenzyme A to succinic acid, a molecule of GTP is synthesized. The cycle starts with condensation of acetyl group, acetyl coenzyme A with pyruvic acid to yield citric acid. Then there are 3 points in the cycle where NAD+ is reduced to NADH+H+. അപ്പോൾ അതിലെ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആണ്. ഏത് റോങ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ദ സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ കോഎൻസൈം A എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്ത് ഫോം ചെയ്യും? ഓക്സലാസിറ്റിക് ആസിഡ് ഫോം ചെയ്തിട്ടുള്ള റിയാക്ഷൻ നടക്കുക. അപ്പോൾ അതാണ് എന്ത് അതിലെ ദ സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ് അസറ്റൈൽ കോഎൻസൈം A വിത്ത് പൈറുവിക് ആസിഡ് ടു yield സിട്രിക് ആസിഡ് എന്ന് പറയുന്നതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. Which of the following biomolecules is common to respiration mediated breakdown of fats, carbohydrates and proteins? ഏതാണ് കോമൺ ആയിട്ടുള്ളത്? കോമൺ ആയിട്ടുള്ള ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ബയോമോളിക്യൂൾ എന്ന് പറയുന്നത് കോമൺ ടു റെസ്പിറേഷൻ മീഡിയേറ്റഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. ഗ്ലൂക്കോസ് 6-phosphate, ഫ്രക്ടോസ് 1,6-diphosphate, പൈറുവിക് ആസിഡ്, അസറ്റൈൽ കോഎൻസൈം A. അസറ്റൈൽ കോഎൻസൈം A ആണ്. ആ ആംഫിബോളിക് പാത്തേൽ കാണാം. ഫാറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും കാർബോഹൈഡ്രേറ്റ് ആയാലും എന്തായി മാറുന്നുണ്ട്? അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറുന്നുണ്ട്.
ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഈസ് എന്താണ്? ഫോർമേഷൻ ഓഫ് ATP ബൈ ട്രാൻസ്ഫർ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രോം എ സബ്സ്ട്രേറ്റ് ടു ADP, oxidation of phosphate group in ATP, addition of phosphate group to ATP, formation of ATP by energy released from electrons removed during substrate oxidation. അപ്പോൾ എന്താ വരിക? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫോർമേഷൻ ഓഫ് ATP ബൈ എനർജി റിലീസ്ഡ് ഫ്രം ഇലക്ട്രോൺസ് റിമൂവ്ഡ് ഡ്യൂറിങ് സബ്സ്ട്രേറ്റ് ഓക്സിഡേഷൻ. അപ്പോൾ 8 D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. സൈറ്റോക്രോംസ് ആർ ഫൗണ്ട് ഇൻ. സൈറ്റോക്രോംസ് കാണുന്നത് എവിടെയായിരിക്കും? മൈറ്റോകോൺട്രിയയുടെ ക്രിസ്റ്റ അല്ലെ. മൈറ്റോകോൺട്രിയ അകത്ത് ചുള്ളികൾ തന്നെ പറയുന്ന പേരാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ ക്രിസ്റ്റയ്ക്ക് അകത്താണ് ആരെ കാണാൻ സാധിക്കുക? സൈറ്റോക്രോംസിനെ കാണാനായിട്ട് സാധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പ്രോസസ് കാർബൺ ഡയോക്സൈഡ് ഇസ് നോട്ട് റിലീസ്? കാർബൺ ഡയോക്സൈഡ് റിലീസ് ആവാത്ത എവിടെയാണ്? എയറോബിക് റെസ്പിറേഷൻ പ്ലാന്റ്സ്, എയറോബിക് റെസ്പിറേഷൻ ആനിമൽസ്, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, ലാക്റ്റേറ്റ് ഫെർമെന്റേഷൻ. ഇപ്പോൾ നമ്മുടെ കാര്യത്തിലുള്ള റെസ്പിറേഷൻ ആയാലും പ്ലാന്റിന്റെ കാര്യത്തിലുള്ള റെസ്പിറേഷൻ ആയാലും ഈവൻ ആൽക്കഹോളിക് റെസ്പിറേഷനിലായാലും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് ഇല്ലേ. പക്ഷേ എന്ത് വരുന്നില്ല? ലാക്റ്റേറ്റ് മെറ്റാബോളിസം, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിൽ, ലാക്റ്റിക് ആസിഡിന്റെ ഫെർമെന്റേഷനിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. വിച്ച് ഓഫ് ദ മെറ്റാബോളൈറ്റ്സ് ഈസ് കോമൺ ടു റെസ്പിറേഷൻ മീഡിയേറ്റഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്? ഏതിനാണ് കോമൺ ആയിട്ടുള്ളത് അല്ലെ? നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പൈറുവിക് ആസിഡ്, അസറ്റൈൽ കോഎൻസൈം A, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഗ്ലൂക്കോസ് 1,6 ഡൈഫോസ്ഫേറ്റ്. അപ്പോൾ ക്ലിയർ ആണിത്. അസറ്റൈൽ കോഎൻസൈം A ആണ് ആൻസർ കൃത്യമായിട്ട് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ദ 3 boxes in this diagram represents the major biosynthetic pathway in aerobic respiration. Arrows represent the net reactions or products. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ, അവിടെ ഡയഗ്രാം. അപ്പോൾ arrows numbered 4, 8 and 12 can all be എന്ന് ചോദിച്ചിരിക്കണം അല്ലേ. അപ്പോൾ മെറ്റാബോളിസം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ഏരോസ് നമ്പർ ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ചോദിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ ക്ലിയർ ആണത്. അതൊക്കെ എന്ത് ഫോം ചെയ്യുന്നതാണ്? ATPs ആണ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലേ. ATP ഗ്ലൂക്കോസ് മെറ്റാബോളിസം നടക്കണം അല്ലേ. അപ്പോൾ അവിടെ എന്ത് ഓരോ ഇതിലും ഫോം ചെയ്യുന്ന ATPകളാണ് കേട്ടോ. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, എനർജി കറൻസി ഓഫ് ദ സെല്ലാണ് എന്ത് ATP എന്ന് പറയുന്നത്. അടുത്ത ദിവസം നോക്കി നോക്കാം. ഇൻ മൈറ്റോകോൺട്രിയ പ്രോട്ടോൺസ് അക്യുമുലേറ്റഡ് ഉണ്ട്. മൈറ്റോകോൺട്രിയക്കകത്ത് പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്നർ മെമ്പറൈൻ സ്പേസിൽ അല്ലേ. മൈറ്റോകോൺട്രിയക്കകത്ത് പ്രോട്ടോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഇന്നർ മെമ്പറൈൻ സ്പേസിലാണ് പ്രോട്ടോൺസ് ഒക്യുപ്പൈ ചെയ്യുക. അടുത്ത ദിവസം നോക്കി നോക്കാം. ദ എനർജി റിലീസിംഗ് മെറ്റബോളിക് പ്രോസസ് ഇൻ വിച്ച് സബ്സ്ട്രേറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് വിത്തൗട്ട് എക്സ്റ്റേണൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഈസ് കോൾഡ്. എന്താ വിളിക്കുക തന്നെ? ഒരു എനർജി റിലീസിംഗ് മെറ്റബോളിക് പ്രോസസ്സാണ് ഇൻ വിച്ച് ദ സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററിന് സഹായം, ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്ററിന് സഹായം ഇല്ലാതെ എവിഡൻസ് എടുക്കുക, ഓക്സിഡേഷൻ എടുക്കുക അല്ലേ. അപ്പോൾ അത് വിളിക്കുന്ന പേരെന്താ? ഗ്ലൈക്കോളിസിസ്, ഫെർമെന്റേഷൻ, എയറോബിക് റെസ്പിറേഷൻ, ഫോട്ടോ റെസ്പിറേഷൻ എന്ന് വിളിക്കുക അതിനെ. അത് വിളിക്കുന്ന പേരെന്താണ്? ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ പ്രോസസ്സിലാണ് അങ്ങനെ സംഭവിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. എയറോബിക് റെസ്പിറേറ്ററി പാത്വേ ഈസ് അപ്രോപ്രിയേറ്റ്ലി ടേംഡ്. എയറോബിക് റെസ്പിറേറ്ററി പാത്വേ എന്ന് പറയുമ്പോൾ അത് പാരാബോളിക് ആണോ, ആംഫിബോളിക് ആണോ, അനാബോളിക് ആണോ, കാറ്റബോളിക് ആണോ? എന്താ വരിക? അത് ആംഫിബോളിക് പാത്വേ അല്ലേ. അതിൽ എന്ത് നടക്കുന്നുണ്ട്? ബോത്ത് കാറ്റബോളിസ് നടക്കുന്നുണ്ട്, അനാബോളിസ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും കൂടി പറഞ്ഞ പേരാണത് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. The chemiosmotic coupling hypothesis of oxidative phosphorylation proposes that adenosine triphosphate is formed because adenosine triphosphate എന്ന് പറയുന്നത് എങ്ങനെ ഫോം ചെയ്യുന്നത് അല്ലേ. ഓപ്ഷൻസ് മിസ് വായിക്കാം. എ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോംസ് അക്രോസ് ദ ഇന്നർ മെംബ്രെയിൻ. ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ പെർമിയബിലിറ്റി ഓഫ് ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ടുവേർഡ്സ് adenosine diphosphate. High energy bonds are formed in mitochondrial proteins. ADP is pumped out of the matrix into the inner membrane space. അപ്പോൾ ക്ലിയർ ആണ് എന്ത്? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് അല്ലേ. ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യുന്ന കാരണമാണ് എന്ത്? അവിടെ ATP ഫോർമേഷൻ നടക്കുന്നത്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിലെ അവിടെ തൈലോക്കോഡ് മെംബ്രെയിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വാട്ടറിൻ്റെ ഹൈഡ്രോളിസിസ് നടന്നിട്ട് പ്രോട്ടോൺസ് മുഴുവൻ എന്ത് ചെയ്യും? നമ്മുടെ തൈലോക്കോഡിൻ്റെ ഉള്ളിലൊന്നും അറിയും അല്ലേ. അപ്പോൾ
അങ്ങനെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യുന്ന കാരണമാണ് എന്ത് സംഭവിക്കുന്നത് ATP ഫോർമേഷൻ അവിടെ നടക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ദ ഓവറോൾ ഗോൾ ഓഫ് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ ആൻഡ് ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ദ ഫോർമേഷൻ ഓഫ്. ആ ഗ്ലൈക്കോളിസിസ് ആയാലും ക്രബ് സൈക്കിൾ ആയാലും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും അതിന്റെ ഓവറോൾ ഗോൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ATP ഇൻ വൺ ലാർജ് ഓക്സിഡേഷൻ റിയാക്ഷൻ, ഷുഗേഴ്സ്, ന്യൂക്ലിക് ആസിഡ്, ATP ഇൻ സ്മോൾ സ്റ്റെപ്പ് വൈസ് യൂണിറ്റ്. എന്ത് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്? ATPയിൽ എനർജി ഫോം ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനർജി ഫോം ചെയ്യാനുള്ള റിയാക്ഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ഓൾ എൻസൈംസ് ഓഫ് TCA cycle are located in the mitochondrial matrix except one which is located in inner mitochondrial membrane in eukaryotes and cytosols of the prokaryotes. The enzyme is, ഒരു എൻസൈം മാത്രമേ എവിടെ കാണാം? ഉള്ളിലോട്ട് കാണാം അല്ലേ? ബാക്കിയുള്ളതൊക്കെ കാണുന്നത് എവിടെയാണ്? ബാക്കിയുള്ള എൻസൈംസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്തെ മാട്രിക്സിലാണ്. പക്ഷെ ഒരെണ്ണം മാത്രം എവിടെ കാണാം? മെംബ്രെയിനിൽ കാണും. അത് ഏതാണെന്ന് ചോദിച്ചേക്കണേ. മിസ് ഓപ്ഷൻസ് വായിക്കാം. ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ്, മാലൈഡ് ഡീഹൈഡ്രോജനേസ്, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. ഏതാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞാൽ എൻസൈം ആണ്. ഏതാ എൻസൈം? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19 എന്ന് വായിക്കാം. ഹൗ മെനി ATP molecules could maximally be generated from one molecule of glucose if the complete oxidation of one molecule of glucose to carbon dioxide water yields 686 kilocalorie and the useful chemical energy available in the high energy phosphate bond of one molecule of ATP is 12 kilocalorie. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അവിടെ ATP ഫോം ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 1, 2, 3, 30, 57. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഹൗ മെനി ATP molecules could be maximally generate one molecule of glucose if the complete oxidation of one mole glucose is to carbon dioxide water and yields 686 kilocalorie and the useful chemical energy available in the high energy phosphate bond of one molecule of is ATP is 12 kilocalorie. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര മോളിക്യൂൾ ഫോം ചെയ്യും? 57 ആണ് കേട്ടോ. 57. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് നിന്ന് എത്ര ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ട് എത്ര ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 57 ആണ് ആൻസർ കിട്ടുക. 57 മോളിക്യൂളാണ് ആൻസർ കിട്ടുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 20 ഒന്ന് നോക്കാം. ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ് ഓഫ് ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് ആർ ഫോംഡ് ഫ്രം ADP? ഏത് പ്രോസസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ATP ഫോം ചെയ്യുന്നത്? ADPയിൽ നിന്ന്. ഗ്ലൈക്കോളിസിസിലാണോ, ക്രബ് സൈക്കിളിലാണോ, കൺവേർഷൻ ഓഫ് പൈറുവിക് ആസിഡ് ടു അസറ്റൈൽ കോഎൻസൈം ആണോ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണോ? ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ETS അല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. ഇൻ ഗ്ലൈക്കോളിസിസ് ഡ്യൂറിങ് ഓക്സിഡേഷൻ ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് ബൈ. ഗ്ലൈക്കോളിസിസിലെ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിമൂവ്ഡ് ബൈ എന്താണ്? ATP, ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്, NAD+, മോളിക്കുലർ ഓക്സിജൻ. എങ്ങനെയാണ്? NAD+ ആണ് റിമൂവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം. In alcohol fermentation ആണെങ്കിൽ in alcohol fermentation triose phosphate is the electron donor while the acetaldehyde is the electron acceptor. Triose phosphate is the electron donor while pyruvic acid is the electron acceptor. There is no electron donor. Oxygen is the electron acceptor. അപ്പോൾ ഇത് ആൻസർ വരിക triose phosphate is the electron donor while acetaldehyde is the electron acceptor എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Okay, question number 23 നോക്കാം. In which of the following of the two names refer to one and the same thing? Krebs cycle and the Calvin cycle, tricarboxylic acid and citric cycle, citric acid cycle and Calvin cycle, tricarboxylic acids and urea cycle. ഏതാണ് ഒരേ പേര് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് ട്രൈകാർബോക്സിലിക് സൈക്കിൾ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണെന്ന് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ എയറോബിക് ഓക്സിഡേഷൻ ഓഫ് വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിന്റെ എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയറോബിക് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര ATP ഫോം ചെയ്യുന്നു അല്ലേ? എത്ര ATP ഫോം ചെയ്യുക? 38 ATP ആണ് ഫോം ചെയ്യുക. 38 ATP ഫോം ചെയ്യും. ഓക്കെ, സൈറ്റോക്രോം എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോക്രോം എന്ന് പറയുന്നത് മെറ്റാലോ ഫ്ലാവോ പ്രോട്ടീൻ ആണോ, അയൺ കണ്ടെയ്നിങ് പോർഫൈറിൻ പിഗ്മെന്റ് ആണോ, ഗ്ലൈക്കോ പ്രോട്ടീൻ ആണോ, ലിപ്പിഡ് ആണോ? സൈറ്റോക്രോം എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ ഇതെന്താ? അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള പോർഫൈറിൻ പിഗ്മെന്റ് ആണ്. അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള പോർഫൈറിൻ പിഗ്മെന്റ് ആണ് എന്ത്? സൈറ്റോക്രോം എന്ന് പറയുന്നത്.